ഇന്നത്തെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. आज का सेवकाई के लिए आप सभी लोगों को स्वागत करते हैं। കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൽ തന്ന ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. गया दिन रात को परमेश्वर के वचन उस समय पवित्र आत्मा मुझे दिया हुआ एक वचन पढ़ने के लिए चाहता हूँ। പലപ്പോഴും നമ്മുടെ പ്ലാനുകൾക്കും പദ്ധതിക്കും അനുസരിച്ച് നമ്മുടെ ചിന്തയ്ക്ക് അനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുക്കും. कई बार हम अपने इच्छा के अनुसार अपनी योजना के अनुसार हम विषयों को चुन लेते हैं। എന്നാൽ ചില സമയത്ത് ദൈവം അതിൽ നമ്മളെ വ്യത്യസ്തമായി വേറൊരു നിലയിലേക്ക് നയിക്കും. लेकिन कुछ समय परमेश्वर अलग रीति से हमें दूसरे तरीका से ले जाता है। ഇന്ന് അങ്ങനെ ഒരു വ്യത്യാസമാണ്, ഡൈവേർഷൻ ആണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. आज ऐसा एक बदलावट या ऐसा एक मौका परमेश्वर दिया है। അതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധയോടെ ഇരിക്കണം. इसलिए हम सब ध्यान से बैठिए। ശ്രദ്ധയോടെ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ध्यान से बैठने के समय पवित्र आत्मा कार्य करते हैं। നമ്മൾ ഇത് വീഡിയോയിൽ ഇരിക്കുകയും സൂമിൽ ഇരിക്കുകയും മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. हम जूम में बैठते हुए और कुछ कामों को करते हुए बैठे हो तो कोई फल नहीं मिलेगी। ചിലർ അടുത്തിരിക്കുന്നവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും, कुछ लोग बाजू में बैठने वालों से बात करके बैठता है, ചിലർ പേപ്പർ വായിക്കും, कुछ लोग जो न्यूज पढ़ते हैं, ചിലർ വേറെ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, कुछ लोग दूसरे मोबाइल में बात करके बैठता है। പക്ഷെ ഇരിപ്പിനനുസരിച്ചാണ് പ്രവൃത്തി വെളിപ്പെടുന്നുള്ള കാര്യം മറന്നു കളയരുത്. जो बैठा हुआ तरीका के अनुसार परमेश्वर के काम प्रकट होता है, ये बातों को ना भूलना। നിങ്ങൾ ആത്മീയ വിഷയത്തിൽ എത്രമാത്രം ഗൗരവമുള്ളവരാണോ അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. आत्मिक के विषयों में आप कितना गौर से बैठते हैं, कितना ध्यान देते हैं, उतनी आशीषों को आप प्राप्त करेंगे। പൗലോസ് പറയുന്നത് എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല എന്നാ പറയുന്നത്. प्रेरित पौलुस ऐसा कहता है कि मुझे सुसमाचार के बारे में मैं लज्जित नहीं हूँ। കാരണം ഈ സുവിശേഷം പറയുമ്പോൾ നമുക്ക് പലർക്കും ലജ്ജ തോന്നാറുണ്ട്. क्योंकि कई सारे लोग ये सुसमाचार बोलने के समय लज्जित हो जाते हैं। അതിന് കാരണം മറ്റൊന്നുമല്ല, ഇന്നത്തെ ലോകത്തിന് അനുരൂപമാകാത്ത ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. के कारण यही है, आज के जो दुनिया है और दुनिया का स्वरूप नहीं होते हुए एक विषयों को बारे में हम बात नहीं करते हैं। കമ്പ്യൂട്ടറിനെ കുറിച്ചോ സയൻസിനെ കുറിച്ചോ മൊബൈലിനെ കുറിച്ചോ സംസാരിച്ച ആർക്കും ഒരു ലജ്ജയില്ല. कंप्यूटर के बारे में, मोबाइल के बारे में, अगर ऐसे कुछ चीजों के बारे में जो बात करने के लिए कोई लज्जित नहीं होते हैं। അല്ലെങ്കിൽ ഇന്നത്തെ ലോക സംഭവങ്ങളെ കുറിച്ചിട്ട് സംസാരിച്ചാൽ ആർക്കും ലജ്ജിക്കേണ്ട ആവശ്യം വരുന്നില്ല. आज के दुनिया के संभवों के बारे में अगर बोलने के समय भी कोई लज्जित नहीं होता है। എന്നാൽ ദൈവജനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പ്രൈസലോട് പറയുമ്പോൾ ആൾക്കാർക്ക് അതിശയമാണ്. കാരണം ഇങ്ങനൊക്കെ സംഭവിക്കുമോ എന്നത്. അതുകൊണ്ട് അത് പറയാൻ ആൾക്കാർക്ക് മടി വരുന്നു. क्योंकि बाइबल के बारे में बोलने के समय ये सुनने वाला पूछते हैं कि ऐसा आजकल हो सकता है, ये बोलने के बारे में लोग लज्जित हो जाता है। ഇത് ഇപ്പോൾ തുടങ്ങിയ കാര്യമല്ല, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലേ ഉണ്ടായിരുന്നു. ये अभी से शुरू हो गया हुआ बात नहीं है, प्रेरितों के समय से ये चल रहा है। അതുകൊണ്ടാണ് പൗലോസ് അത് എടുത്തു പറയാൻ കാരണം എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല എന്ന്. इसी कारण पौलुस कहता है मुझे सुसमाचार के बारे में मैं लज्जित नहीं होता। നമുക്കറിയാം പത്രോസ് ആയിരുന്നു ശിഷ്യന്മാരുടെ ക്യാപ്റ്റൻ. हम जानते हैं प्रेरित पत्रोस था जो चेलों का लीडर बन के बैठा। പക്ഷേ പത്രോസ് പോലും യേശുവിനെ കുറിച്ച് ലജ്ജിച്ചു. लेकिन प्रेरित पत्रोस भी यीशु मसीह के बारे में लज्जित हुआ है। അതുകൊണ്ട് 3 പ്രാവശ്യം തള്ളി പറയേണ്ടി വന്നു. इसी कारण वो 3 बार यीशु मसीह को इनकार करना पड़ा। അതേസമയം ധൈര്യം സംഭരിച്ച് നെഞ്ചുറപ്പോടെ ചങ്കൂറ്റത്തോടെ അവൻ പറയാൻ പറ്റുമായിരുന്നു, ഞാൻ യേശുവിന്റെ ശിഷ്യനാണെന്ന് പറയാൻ അവന് സാധിച്ചില്ല. उसी समय और हियाव के साथ, सामर्थ्य के साथ बोल सकता था कि मैं भी यीशु के साथ है, लेकिन उसने ऐसा नहीं बोला। അവൻ ഭയപരവശനായി ലജ്ജിതനായി തീർന്നു. वो डर के मारे लज्जित हो गया, शर्म। എന്നാണ് പത്രോസിന്റെ ലജ്ജ മാറിയത്? आमीन। लेकिन कभी पत्रोस का जो शर्मिंदा दूर हो गया है। അതാണ് കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോടെ എന്റെ സാക്ഷികളാകും. इसलिए यीशु मसीह ने कहा है, जब पवित्र आत्मा तुम पर आओगे तुम सामर्थ्य पाओगे, यरूशलेम, सारी यहूदिया और शमरिया और दुनिया के चोर तक मेरा गवाह बन जाएंगे। ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്, ഇന്ന് ആൾക്കാർ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ഏതാണ്? यहाँ पर हम सोचना पड़ेगा कि आज के लोग प्राप्त किया हुआ जो आत्मा है वो कौन सा है। ഇന്ന് രാവിലെ സമയം നിങ്ങളെ ആരെയും വിധിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്.
आज सुबह आप सभी लोगों को न्याय करने के लिए मैं यहाँ नहीं बैठा हूँ, എന്നാൽ സറൗണ്ടിങ്സ് നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന കാര്യം ഞാൻ പറയുക. लेकिन हमारे चारों ओर हम देखते हैं उसी बातों को मैं करता हूँ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അനേകർക്ക് വേറൊരു സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ അവർ സ്നാനപ്പെട്ടതാണെന്ന് പറയാൻ മടിയാ. उद्धार पाया बपतिस्मा लिया हुआ लोग लेकिन दूसरा एक अवस्था में जाएगा तो वहां पर मैं बपतिस्मा लिया करके बोलने के लिए भी वह शर्मिंदा होता है. ദൈവം ചെയ്ത എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവര് വേറൊരു സാഹചര്യത്തിൽ സാക്ഷിക്കാൻ മടിയാ. परमेश्वर कुछ चमत्कार उनके जीवन में किया है, अद्भुत कार्य किया है, लेकिन वो गवाही बोलने के लिए भी शर्मिंदा होता है. അങ്ങനെ അവര് പ്രൈസിലോട് അങ്ങനെ ആയിരിക്കുന്ന നിമിത്തം കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുക്കാൻ സാധിക്കുന്നില്ല. ऐसा होने के कारण परमेश्वर के नाम को महिमा देने नहीं होता है. ദൈവം തന്നതാണെന്ന് പറയാനുള്ള മടി അവരെ അവരെ ലജ്ജ അവരെ മടി കാണിക്കുന്നു. परमेश्वर दिया हुआ है करके बोलने के लिए वह शर्मिंदा होता है. എന്നാൽ ഏത് സാഹചര്യത്തിലും ഉറപ്പും ധൈര്യമുള്ളവരായി നെഞ്ചുറപ്പോടുകൂടെ ചങ്കൂറ്റത്തോടുകൂടെ ഇത് ദൈവം എനിക്ക് വേണ്ടി ചെയ്തതാണ്, നന്മയാണ്, അനുഗ്രഹമാണ്, വിടുതലാണ്, സൗഖ്യമാണെന്ന് പറയാൻ സാധിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ സാധിക്കും. लेकिन कौन सा भी हालत में हो, ये परमेश्वर ने मुझे दिया हुआ है, परमेश्वर ने मुझे चंगा किया है और छुटकारा दिया है, मुझे आशीष दिया है, ये अगर बोलने के लिए ये आपके साथ बोलने के लिए होता है, वहां पर ही परमेश्वर के नाम का महिमा हो जाता है. എല്ലാവരുടെയും വിഷയത്തിൽ ഒരുപോലെ ആയിരിക്കത്തില്ല, വലിപ്പച്ചെറുപ്പം ഉണ്ടാകും. എന്നാലും ദൈവമാണ് പ്രവർത്തിച്ച് പറയാൻ നാം മടിക്കരുത്. सभी के जीवन में एक ही तरीका नहीं होगा और छोटा बड़ा हो सकता है, लेकिन परमेश्वर के नाम को ऊंचा उठाने के लिए आप शर्मिंदा ना होना. അതായിരുന്നു ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു വിജയം. यह है दाऊद के जीवन में सबसे बड़ा विजय के कारण. ഒരു ചെറിയ കാര്യം ദൈവം ചെന്നാലും ദൈവത്തിന് ചെന്ന് പറയാൻ മടിയില്ലായിരുന്നു. उनके जीवन में परमेश्वर अगर छोटे से एक काम करेगा तो भी वो बोलने के लिए शर्मिंदा नहीं होते हैं. എത്ര വലിയ കാര്യം ചെയ്താലും അത് അതുപോലെ പ്രസന്റ് ചെയ്യാൻ അവന് മടിയില്ലായിരുന്നു. कितना भी बड़े कार्य परमेश्वर उनके जीवन में करेगा तो भी वो सभी के सामने प्रकट करने के लिए उनको कोई भी शर्मिंदा नहीं था. നന്മ ചെയ്താലും തിന്മ ചെയ്താലും തെറ്റ് ചെയ്താലും പാപം ചെയ്താലും അവൻ ദൈവത്തിന് ചെന്ന് പറയുമായിരുന്നു. और भलाई करे, बुराई करे, पाप करे या अच्छा काम करे, वो परमेश्वर के सामने वो कबूल करता है. അത് അവന്റെ ജീവിതത്തിൽ വലിയ വിജയമായിരുന്നു. उनके जीवन में वो सबसे बड़ा विजय के कारण हुआ. അവൻ ശക്തിയോടെ ആരാധിച്ചത് അതുകൊണ്ടാ. वहाँ सामर्थ के साथ आराधना करने के कारण भी यही है. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു ഒരു പരിതാപകരമായ അവസ്ഥ എന്താണെന്ന് അറിയാമോ? आज हमारा समाज में देखते हुए एक दुखी की बात क्या है मालूम है? പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഒക്കെ ലഭിക്കുന്ന പല കാര്യങ്ങളും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർ അവിടുന്ന് ഡിസപ്പിയർ ആകും. കാരണം ദൈവം ചെയ്തതാണെന്ന് പറയാൻ അവർക്ക് ലജ്ജയായതുകൊണ്ട് അവർ വേറൊരു ഏരിയയിലേക്ക് പോകും. प्रार्थना करके उपवास करके परमेश्वर से प्राप्त किया हुआ जो कामों को बोलने के लिए नहीं होते हुए वहां से हमें या चले जाता है और उसी एरिया छोड़ के दूसरे जगह में चले जाता है. പിന്നെ എല്ലാം അവരുടെ സ്വയ മെറിറ്റ് കൊണ്ടാകും, യോഗ്യത കൊണ്ടാണെന്ന് അവർ വിളമ്പും. सभी जगह में जाके वो अपना खुद का बल से हुआ है, अपना खुद के ताकत से हुआ है करके बोलना शुरू हो जाता है. അതോടുകൂടി അവരുടെ ജീവിതത്തിന്റെ പരാജയം ആരംഭിക്കുക. इसी के द्वारा उनके जिंदगी के जो पराजित शुरू हो जाते हैं. നിങ്ങൾ യേശുവിന്റെ നാമത്തെ ഉയർത്തിയാൽ ദൈവം നിങ്ങളെ ഉയർത്തും. आप यीशु के नाम को अगर ऊंचा उठाएगा, आप यीशु आपको भी ऊंचा उठाएगा. ഈ മർമ്മം മനസ്സിലായ ദാവീദും ഈ മർമ്മം മനസ്സിലായ പൗലോസോ പറയുന്നത് എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല എന്ന്. वेद बात को समझने आया हुआ पौलुस और दावीद कहता है सुसमाचार के बारे में मैं नहीं लज्जाता. ഇന്ന് ഞാൻ ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, मुझे जो चिंता दिया हुआ, मुझे आज सोचने का जो विषय यह है कि അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. प्रेरितों के काम उसके 14 अध्याय 8 से 14 तक. മൊത്തം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. पूरा पढ़ना नहीं चाहता हूँ, हम 8वां वचन जरा पढ़ेंगे. ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. लुस्त्रा में एक मनुष्य बैठा था जो पांवों का निर्बल था, वह जन्म ही से लंगड़ा था और कभी ना चलता था.
ഈ ലുസ്രയിൽ എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ये लुस्त्रा बोलेगा तो इतिहास में एकदम प्रसिद्ध जगह है। ഇപ്പോൾ അത് തുർക്കിയിലാണ്. अभी वो जगह है तुर्की में। അവിടെ ഗർഭം മുതൽ എന്ന് പറഞ്ഞാൽ നടക്കുന്നത് എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ലാത്തൊരു മനുഷ്യൻ. इधर कहता है एक मनुष्य था, वो जन्म से या वो चला नहीं था। എന്ന് പറഞ്ഞാൽ നടക്കുന്നതിന്റെ എൻജോയ്മെന്റ് എന്താണ് അവൻ ഒരിക്കലും മനസ്സിലായിട്ടില്ല. मतलब ये है कि वो चलने में कैसा खुशी मिलता है उसके बारे में उनको बिल्कुल पता नहीं था। അപ്പൊ ആക്സിഡന്റ് ഉണ്ടായി ഫ്രാക്ചർ ആയിട്ട് എടുത്ത് നടക്കാൻ പറ്റത്തില്ലെങ്കിൽ അവന് മനസ്സിലാവും നടപ്പിന്റെ സുഖം എന്താണെന്ന്. कुछ एक्सीडेंट होके अगर चल नहीं पाती हुई अवस्था में है तो उनको मालूम पड़ेंगे पहले कैसा चलता था। അപ്പൊ അതവന്റെ ഓർമ്മയിൽ വരും, എനിക്ക് ഇപ്പൊ നടക്കാൻ പറ്റുന്നില്ലല്ലോ, നേരത്തെ ഞാൻ നടക്കുമായിരുന്നല്ലോ എന്നുള്ള കാര്യം. वो बात तो उसका याद में आएंगे, पहले मैं चलता था अभी चल नहीं पा रहा हूँ करके वो सोचेंगे। ഇവിടെ എഴുതിയിരിക്കുന്ന വേർഡ് ഇതാണ്, ഒരിക്കലും നടന്നിട്ടില്ല. इधर लिखा हुआ बात ये है कि कभी ना चला था। അവരുടെ അടുക്കലേക്കാണ് പൗലോസും ബർന്നബാസും കടന്നു ചെല്ലുന്നത്. उनके पास पौलोस और बरनबास जा रहा है। നമ്മളത് ചിന്തിച്ചു നോക്കിയേ, ദൈവദാസന്മാരായ പാസ്റ്റേഴ്സായ ശുശ്രൂഷകരായ നമ്മള് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. हम जरा सोच के देखिए, हम परमेश्वर के सेवक के पासवान लोग हैं, अभी तक नहीं हुआ एक संभव के सामने हम खड़े हैं। നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, ഇനി ഇത് സംഭവിക്കത്തില്ല അല്ലെങ്കിൽ സംഭവിക്കുമോ എന്ന ഡബിൾ മൈൻഡിലാണ് നമ്മള്. हम कभी भी सोच नहीं सकता हुआ एक विषय में दो चिंता में पड़ा हुआ एक अवस्था में। നമുക്ക് പൊതുവെ ഒരു പ്രത്യേക നേച്ചർ ഉണ്ട്. हमको ऐसा एक स्वभाव है, പണ്ടെന്തെങ്കിലും സംഭവിച്ചൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് മടിയില്ല. पहले कुछ हो गया हुआ जो बात है उसके लिए प्रार्थना करने के लिए हमको कोई थकावट नहीं। ഉദാഹരണം പറഞ്ഞാൽ, രോഗികളുടെ സൗഖ്യമായ ചരിത്രം നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ട് ഇന്നും ദൈവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ രോഗികളുടെ സൗഖ്യമാകുന്നത് കൊണ്ട് നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് മടിയില്ല. बीमारों के लिए प्रार्थना करने के लिए, और आज भी प्रार्थना करने के समय बीमार लोग चंगाई हो जाता है, इसी कारण बीमारों के लिए प्रार्थना करने को हमको कोई शर्म नहीं है, हम प्रार्थना करते हैं। ഇനി നമുക്ക് വേണ്ടി അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കാരണം പണ്ട് സംഭവിച്ച ചരിത്രങ്ങളുണ്ട്. हमारे लिए जो बंद पड़ा हुआ दरवाजे खोलने के लिए हम प्रार्थना करते हैं, कारण है कि इसके पहले भी ये संभव हुआ है। വെള്ളം വീഞ്ഞാക്കുമെന്നൊക്കെ വിശ്വസിക്കാൻ കാരണം പണ്ട് സംഭവിച്ചിട്ടുണ്ട്. पानी को दाग्रस बनने के लिए प्रार्थना करने के लिए हमको कुछ प्रॉब्लम नहीं है, क्योंकि पहले भी वो हुआ है। എന്നാൽ ഇന്ന് വരെയും ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തിന്റെ മുൻപിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? लेकिन आज तक इतिहास में ऐसा एक संभव नहीं हुआ है, उसी के सामने हम खड़ा है तो उसको हम कैसा काम करेंगे, कैसा इस्तेमाल। ഒരു ഉദാഹരണം പറയാം. യേശു പല മരിച്ചവരെ ഉയർപ്പിച്ച ചരിത്രം നമുക്കറിയാം. एक उदाहरण ऐसा करता हूँ कि यीशु मसीह कई सारे लोगों को जीवित किया हुआ हम जानते हैं। പൗലോസും പത്രോസും പിന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ പല ദൈവദാസന്മാരും മരിച്ചവരെ ഉയർപ്പിച്ച ചരിത്രം കേട്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. पौलोस और पत्रोस उन सभी लोग कई सारे मरे हुए लोगों को जिलाया हुआ सुना है, लेकिन देखा नहीं। പലരുടെയും സാക്ഷ്യം കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്നുവരെ എന്റെ കണ്ണിന്റെ മുൻപിൽ മരിച്ച ഒരാളെ ആരെങ്കിലും ഉയർപ്പിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. कई लोगों की गवाहियां हम सुने हैं, जो मरा हुए लोगों को जिलाया, लेकिन अपने आंखों से अभी तक देखा नहीं। അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രൈസ് ദി ലോർഡ്, മരിച്ച ഒരാള് നമ്മുടെ മുൻപിൽ വന്നാൽ, മരിച്ച ഒരാളെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ധൈര്യപ്പെടുമോ? ऐसा एक अवस्था में मरा हुआ एक व्यक्ति को अगर हमारा सामने लेके आया है तो हम प्रार्थना करने के लिए आएंगे। എന്റെ മുൻപിലിരിക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ധൈര്യമുണ്ടാകും ഒരു ഡെഡ് ബോഡി നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ധൈര്യമായി പ്രാർത്ഥിപ്പാൻ നമുക്ക് എത്ര പേർക്ക് ധൈര്യം ഉണ്ടാകും? मेरे सामने बैठा हुआ इन सभी लोगों से मैं ये पूछता हूँ कि अगर हमारे सामने एक मरा हुआ व्यक्ति का मैयत लाके रखा है तो हम कितना लोग वो मैयत को प्रार्थना करने के लिए, उसको जिलाने के लिए प्रार्थना करने के लिए कितना लोगों को हियाब हो?
എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ധൈര്യപ്പെടുമെന്ന്. ഒരു പക്ഷേ എന്റെ തെറ്റിദ്ധാരണയായിരിക്കാം, ചിലർ ധൈര്യപ്പെടുമായിരിക്കും. मुझे लगता नहीं कोई आगे आके उसके लिए प्रार्थना करेंगे। शायद मेरा जो गलत विचार हो सकता है, शायद कोई आ सकता भी है। ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തിന്റെ മുൻപിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മൾ മടിക്കും. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പില്ല അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. कभी नहीं हुआ एक संभव हमारे सामने आएगा तो हम उसको उसके लिए प्रार्थना करने को थोड़ा पीछे हटेंगे, क्योंकि ये कभी नहीं हुआ है। इसी कारण ये हो सकता है करके जो संदेह होने के कारण हम थोड़ा पीछे हट जाता है। ഇവിടെയാണ് പൗലോസും ബർന്നബാസിന്റെയും ധൈര്യം നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. यहाँ पर है परमेश्वर के दास पौलोस और बरनबास का जो हियाव हम देखते हैं। പൗലോസും ബർന്നബാസിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവർ താഴോട്ട് വായിക്കും, പറയാണ് ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യരാണ്. पौलोस और बरनबास के बारे में पढ़ेंगे और कहते हैं कि आगे वह ऐसा लिखा है कि हम भी साधारण लोग हैं। നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കണം. സാധാരണ മനുഷ്യനായ നിങ്ങളെയും കൊണ്ട് അസാധാരണമായി പ്രവൃത്തി ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. मेरे शब्द सुनने वालों, साधारण होके रखा हुआ आप लोगों के द्वारा परमेश्वर असाधारण काम करने के लिए चाहते हैं। എന്നാൽ ആ അസാധാരണമായ പ്രവൃത്തി ചെയ്യുവാനുള്ള പ്രേരണ അവർക്ക് എവിടെ നിന്ന് ലഭിക്കുന്നത്? वो असाधारण काम करने के लिए उन्हें जो प्रेरणा कहाँ से मिलते हैं? അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ ധൈര്യം പ്രാപിക്കും, നിങ്ങൾ അഭിഷേകം പ്രാപിക്കും, നിങ്ങൾ ധൈര്യം പ്രാപിക്കും. वहां पर जो परमेश्वर के वचन कहते हैं, पवित्र आत्मा तुम पर जब आओगे, उतरेंगे, तुम सामर्थ्य पाओगे, तुम हियाव प्राप्त करेंगे। അപ്പോസ്തല പ്രവൃത്തി ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, അപ്പോസ്തലന്മാര് ഒരു അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ്, ഒരു ശക്തമായ മെസ്സേജ് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ ധൈര്യം പ്രാപിച്ചിട്ട് രോഗികളെ സൗഖ്യമാക്കി അല്ലെങ്കിൽ അവർ പ്രസംഗിച്ചു എന്നാണ് കാണുന്നത്. प्रेरितों के काम हम शुरुआत से लेके हम पढ़ेंगे। अनेक जगह में हम ये देखते हैं कि उन्होंने एक काम करने के पहले, जब एक प्रचार करने के पहले, एक चमत्कार करने के पहले ऐसा लिखा है, और हियाव बांध कर और हियाव प्राप्त करके सामर्थ्य प्राप्त करते हुए वो बीमारों को चंगाई दिया है और प्रचार किया है। പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് സുബോധം ഉണ്ടാകുന്നത്. ऐसा जो जगह में जाने के समय हम होश में आ जाता है। ആ സുബോധം എങ്ങനെയാണെന്ന് അറിയാമോ? होश कैसा होता है? ഉടനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, ഇതിന് ഞാൻ പ്രാർത്ഥിക്കണോ വേണ്ടായോ. उस समय हम परखेंगे हम इसके लिए प्रार्थना करने के क्या नहीं। പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമെന്നല്ല നമ്മുടെ ഉള്ളിൽ ചിന്ത വരുന്നത്, സൗഖ്യമായില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാ ചിന്തിക്കുന്നേ. प्रार्थना करेगा तो चंगाई होएंगे, ये चिंता नहीं आता है। अगर प्रार्थना करके चंगाई नहीं होएगा तो क्या होगा? നമ്മളെല്ലാം പിന്നോട്ട് വലിക്കുന്ന അടുത്തൊരു ചിന്ത എന്താണെന്ന് അറിയാമോ? മറ്റുള്ളവരെന്തോ പറയും. हमें पीछे खींचने वाला दूसरी की चिंता ये है कि हम ये काम नहीं होएगा तो दूसरा लोग क्या बोलेंगे। ഒന്ന്, പെട്ടെന്ന് സംശയം ഉള്ളി വരും. രണ്ട്, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്താ പ്രാർത്ഥിച്ച് സുഖമായില്ലെങ്കിൽ എന്താ പറയാൻ പോകുന്നതെന്ന്. एक हमारे दिल में संदेह आता है, दूसरा हम प्रार्थना करके चंगाई नहीं होएगा तो बाकी लोग क्या बोलेंगे, ये विचार आता है। ഇവിടെ പൗലോസും ബർന്നബാസും കടന്നു വരുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്, ധൈര്യമുണ്ട്. यहाँ पर बरनबास और पौलुस आने के समय उनके ऊपर पवित्र आत्मा का सामर्थ्य है और हियाव है। അവരെ ആരെയും അങ്ങോട്ട് ക്ഷണിച്ചിട്ട് പ്രൈസലോട് സ്റ്റേജും ഒക്കെ ഉണ്ടാക്കി പൂമാലയും ഇട്ട് സ്വീകരിക്കുകയല്ലായിരുന്നു അവിടെ. उनके लिए कोई स्टेज बना के अगर हार डाल के उन्हें स्वागत नहीं किया है। പിന്നെ യഹൂദന്മാരുടെ ഇടയിൽ പ്രസംഗിച്ച് പ്രൈസലോ തല്ലും കൊണ്ട് അടിയും കൊണ്ട് ഓടി അവിടെ വിട്ടോടി വന്നതാ ഈ ലുസ്രയിലേക്ക്. फिर क्या हुआ है, ये प्रचार करने के कारण यहूदी लोगों के द्वारा मार खाके उस जगह से भाग के आया हुआ ये लुस्त्रा में। അവര് പ്രാണനം കൊണ്ട് ഓടിപ്പോന്നതാ ലുസ്രയില്. वो अपना प्राण लेके बचाने के लिए भाग के आया हुआ है लुस्त्रा में। നമ്മളായിരുന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് ചിന്തിക്കും. हमें तो और थोड़ा आराम करके आएंगे करके सोचेंगे। പണ്ടാരോ പറഞ്ഞ പോലെ ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് 10 ദിവസം ലീവ് എടുക്കാനെന്ന്. हाँ, जो पहले समय में कोई ऐसा बोला था कि मुझे एक जॉब मिलेगा तो मैं 10 दिन छुट्टी ले सकता हूँ। കാര്യമായിട്ടൊന്നും ചെയ്യുന്നുമില്ല, പിന്നെ റെസ്റ്റിനാ നമുക്ക് പ്രാധാന്യം. कुछ करता भी नहीं है, लेकिन आराम करने के लिए वो चाहते हैं। ഓരോരുത്തരും ഇവാലുവേറ്റ് ചെയ്താൽ മതി ഞാൻ പറയുന്ന കാര്യം.
आमीन। हर एक लोग अपने आप को जरा परखे जाए, ये मैं बोला हुआ बातों में। നമ്മളൊന്ന് പുനഃപരിശോധന ചെയ്ത് ഇത്രയും നാളും ദേവദാസന്മാരായിട്ട് പാസ്റ്ററായിരുന്നിട്ട് നമ്മളുടെ കൈകൾ കൊണ്ട് എന്ത് നടന്നു? हम अपने आप को जरा परखी देखिए, हम इतना साल पासवान होके बैठ के हमारे द्वारा क्या क्या काम हुआ है। ലൈഫിന്റെ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി നോക്കണം. हाँ, एक बैलेंस शीट बना के देखना है। ദൈവം നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, എത്ര രൂപ നമുക്ക് വേണ്ടി ദൈവം ചിലവാക്കി. परमेश्वर हमारे लिए क्या किया किया है और कितना पैसा खर्च किया है। ഒരു ദിവസം, ഒരാഴ്ച, ഒരു വർഷം ദൈവം നമുക്ക് വേണ്ടി ചിലവാക്കി കണക്കൊന്നെടുക്കണം. एक दिन, एक महीना, एक साल परमेश्वर हमारे लिए खर्च किया हुआ जो पैसा के बारे में हम हिसाब करना है। അല്ലെങ്കിൽ ഇതുവരെ എന്തെല്ലാം ചിലവാക്കിയെന്ന് നമ്മളൊന്ന് കണക്കാക്കണം. नहीं तो अभी तक क्या क्या खर्च किया है उसके बारे में जरा परखी जाए। അപ്പോഴും നമ്മുടെ ചിന്ത ദൈവം നമുക്ക് വേണ്ടി ചിലവാക്കുന്നില്ല, ഇനിയും കുറച്ചുകൂടെ തരുന്നില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. तभी भी हम ये सोच रहे हैं परमेश्वर हमारे लिए कुछ खर्च किया नहीं और थोड़ा ज्यादा देना चाहिए। എന്ത് തന്നു എന്നുള്ള ചിന്തിക്കത്തില്ല, എന്ത് കിട്ടിയില്ലെന്നുള്ള പരാതിയാ നമുക്ക്. क्या मिला है करके नहीं देखता है, क्या नहीं मिला है करके परमेश्वर से जो कंप्लेंट बोलता है। ആ ബാലൻസ് ഷീറ്റ് ഒരു സൈഡില് നമുക്ക് ദൈവം ചെയ്തത് ഒന്ന് കണക്ക് കൂടണം. जैसा हमें बैलेंस शीट रखिए, परमेश्वर हमारे लिए किया हुआ कामों के बारे में हम हिसाब करें। അടുത്ത വശത്തായിട്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്തെന്ന് കണക്കാക്കണം. दूसरा बाजू में परमेश्वर के लिए हम क्या क्या किया है उसको भी എന്തുകൊണ്ട് നമുക്ക് അഭിമാനിക്കാൻ, हमें क्या है हमारे लिए घमंड करने की, എന്തെല്ലാം നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്തതായിട്ട് നമുക്ക് പറയാനുണ്ട്. क्या क्या परमेश्वर के लिए किया करके हम बोल सकता है। അതിനുശേഷം വേണം നമ്മൾ പിന്നീട് പരാതി പറയാൻ. उसी के बाद परमेश्वर का सामने हम हमें कंप्लेंट बोलना है। ഇവിടെ പൗലോസും ബർന്നബാസും ഇതാ ലുസ്രയിലേക്ക് ഓടിച്ചെല്ലുകയാ, അതായത് പ്രാണം രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെല്ലുക. यहाँ पर पौलुस और बरनबास अपना प्राण बचाने के लिए लुस्त्रा में भाग के जा रहा है। അപ്പോഴാണ് ഒരിക്കലും നടന്നിട്ടില്ലാത്തൊരു മനുഷ്യനെ കാണുന്നേ. तभी वो देखा है कि कभी नहीं चला हुआ एक मनुष्य। അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവന്റെ ഉള്ളില് വിശ്വാസം വർദ്ധിച്ചു. पौलुस बातें करते हुए देखकर उनके अंदर विश्वास बढ़ने लगा। മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്ന് എന്തോ ഒരു വ്യത്യസ്തമായ അനുഭവം അവന് ഫീൽ ചെയ്തു. बाकी लोगों जो बात करते हैं उससे भी कुछ बदलावट उनके जीवन में आया। നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജിയാണോ പകരുന്നത് അതോ നെഗറ്റീവ് എനർജിയാണോ പകരുന്നത്? आमीन। हम दूसरों से बातें करने के समय उनको एक पॉजिटिव एनर्जी मिलते है क्या या नेगेटिव एनर्जी मिलते हैं? നമ്മളുടെ പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നവരോട് നാം സംസാരിക്കുമ്പോൾ അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ആശയമാണോ കിട്ടുന്നത് അതോ അവര് ചിന്തിക്കും നമ്മളെക്കാ കഷ്ടം പിടിച്ചവരാ ഇവരെന്ന് ചിന്തിക്കുന്ന സംസാരമാണോ സംസാരിക്കുന്നത്? हमारे पास प्रार्थना के लिए एक व्यक्ति आएगा तो आमीन, वो व्यक्ति को ऐसा मिलता है कि आमीन एक पॉजिटिव एनर्जी मिलते है कि या वो सोचते हैं कि ये हमसे भी प्रॉब्लम है, हमसे भी तकलीफ में बड़ा हुआ है। പൗലോസും ബർന്നബാസും താമസിക്കാൻ വീടില്ല, पौलुस बरनबास को रहने के लिए घर नहीं, സഞ്ചരിക്കാൻ വാഹനമില്ല, चलाने के लिए कुछ गाड़ी नहीं है, ഉടുതുണിക്ക് മറുതുണിയില്ല, पहनने के लिए और दूसरा कपड़ा नहीं है, ആഹാരം കൊടുക്കാൻ ആരുമില്ല. उनको खाना खिलाने के लिए कोई नहीं। മാത്രമല്ല യഹൂദന്മാരും മറ്റുള്ള തല്ലി ഓടിച്ചിരിക്കുക, അടിയും കൊണ്ട് ഓടിച്ചിരിക്കുക. केवल ये नहीं है, यहूदी लोगों से मार काट के भागते रहता है। അവര് വന്ന് ഇവിടെ പറയേണ്ട എന്തെല്ലാം പരാതികളായിരിക്കണം പറയേണ്ടത്. अगर वो यहाँ पर आके क्या किया हमें कंप्लेंट बोलना चाहिए था। എന്നാൽ അവരുടെ ശബ്ദം കേട്ടപ്പോൾ ഒരിക്കലും നടന്നിട്ടില്ലാത്ത മനുഷ്യനൊരു പോസിറ്റീവ് എനർജി കിട്ടുക. लेकिन पौलुस का जो बात करने का शब्द सुनने के समय अभी तक नहीं चला हुआ व्यक्ति के अंदर एक पॉजिटिव एनर्जी, അവനെ ഉറ്റുനോക്കി. वह उसको ताकने लगा। അപ്പൊ മനസ്സിലായി ഇവന് സൗഖ്യമാകാനുള്ള വിശ്വാസം ഉണ്ടെന്ന്. हमें तभी पौलुस को मालूम पड़ा इनके अंदर एक विश्वास है उन्हें चंगाई होने के लिए। ഇവനെ ഒരിക്കലും ദൈവത്തെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ജാതീയനായ ദേവന്മാരെ ആരാധിക്കുന്ന ഈ മനുഷ്യന് പൗലോസിന്റെയും ബർന്നബാസിന്റെയും സംസാരം കേട്ടപ്പോൾ, പ്രസംഗം കേട്ടപ്പോൾ സൗഖ്യമാകാനുള്ള വിശ്വാസം ഉണ്ടാകുവാനിടയായി. एक बार भी परमेश्वर के बारे में नहीं सुना हुआ जादी होके बैठा हुआ ये व्यक्ति पौलुस के बातों को सुनने के समय पौलुस को मालूम पड़ा है इनके अंदर एक विश्वास है इन्हें चंगा होने की। പ്രൈസ് ദി ലോർഡ്. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. और ऊंचे शब्द से कहा अपने पांवों को बल सीधा खड़ा हो.
അത് വളരെ രസകരമായ കാര്യമല്ലേ? वो एकदम आमेन जो आनंद देने वाला बात है ना। പതുക്കെ ചെന്ന് പറയല്ല, നീ സൗഖ്യമാകാന്ന് പറയല്ലായിരുന്നു. धीरे से जाके तो चंगा हो करके नहीं बोल रहा കാരണം हूँ। പതുക്കെ മറ്റാരും കേൾക്കാതെ പറഞ്ഞ് സൗഖ്യമായാൽ നമുക്ക് ക്രെഡിറ്റ് എടുക്കാം. സൗഖ്യമായില്ലെങ്കിൽ ആരും കേട്ടുമില്ലല്ലോ. आमेन, जैसा कोई नहीं सुनते हुए धीरे आवाज में उनको ऐसा बोलेगा तो अगर जो चंगाई हुआ है तो हम उसका नाम ले सकता है, हम പക്ഷെ चंगा है। പക്ഷെ പൗലോസിന് ഇവിടെ ധൈര്യം ഉണ്ടായിരുന്നു. അവർ ഉറക്കെ പറഞ്ഞു, സൗഖ്യമാകാ, എഴുന്നേറ്റ് നടക്ക എന്ന്. आमीन, उसने पौलुस से ऐसा किया है कि ऊंचे शब्द से कहा है कि अपने पाँवों के बल सीधा खड़ा हो जा। എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇന്ന് ധൈര്യമില്ലാത്തവരുണ്ടെങ്കിൽ ധൈര്യം പ്രാപിക്കട്ടെ. आज मेरे शब्द सुनने वाला कोई अगर हियाब नहीं है तो वो हियाब आप प्राप्त करें। പ്രസംഗിക്കാൻ ധൈര്യമില്ലാത്തവർ, പ്രാർത്ഥിക്കാൻ ധൈര്യമില്ലാത്തവർ, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ധൈര്യമില്ലാത്തവർ, ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വിഷയം സംഭവിക്കട്ടെ എന്ന് പറയാൻ ധൈര്യമില്ലാത്ത നിങ്ങൾ ഇന്ന് ധൈര്യം പ്രാപിക്കാൻ ഇടയാകട്ടെ. प्रार्थना करने के लिए हियाब नहीं है, संदेश देने के लिए हियाब नहीं है, अभी तक नहीं हुआ एक विषय के सामने अगर उसको सामना करने के लिए, उसको प्रार्थना करने के लिए हियाब नहीं है तो आज आप हियाब प्राप्त करना। ഇവിടെ പശ്ചാത്തലം നിങ്ങൾ അറിയണം. ഒരിക്കലും നടന്നിട്ടില്ലാത്തൊരു മനുഷ്യനോടാണ് പൗലോസും ബർന്നബാസും പറയുന്നത്, എഴുന്നേറ്റ് നീ കാലൂന്നി നടക്ക എന്ന് പറയുന്നത്. यहाँ के वातावरण आप समझना है कि अभी तक नहीं चला हुआ एक व्यक्ति से पौलुस कहता है कि अपने पैर में बल प्राप्त करके सीधा खड़ा हो जाओ। എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, സഹോദരന്മാരെ, നിങ്ങളുടെ ഗ്രാമങ്ങളിൽ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. मेरे सुनने वाले भाई बहनों, आमीन, आप अपने गांवों में परमेश्वर आपके द्वारा काम करेंगे। നിങ്ങൾ പോകുന്നിടത്തും വരുന്നിടത്തും നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിൽക്കും. आप जाते हुए जगह में आप ही आपके साथ खड़ा होने के लिए आप तैयार है तो आपके लिए परमेश्वर वहां पर अपने कार्य प्रकट हो जाएंगे। സാഹചര്യങ്ങളെയും പോസിബിലിറ്റി സാധ്യതകളെയും നോക്കിയല്ല, പിന്നെയോ അസാധ്യമെന്നും ഒരിക്കലും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതാണെങ്കിലും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നീ കൽപ്പിക്കുമ്പോൾ അത് സംഭവിക്കും. अवस्थाओं को, वातावरण को देख के नहीं है, अगर तुम हियाब के साथ बोलना तैयार हो जाएगा तो वह काम करने के लिए परमेश्वर तैयार हो। അതോടുകൂടി ആ ഗ്രാമത്തെ നേടുവാൻ സാധിക്കും. उसी के द्वारा उस गांवों को बचा सकता है, അതോടുകൂടി ആ സഭയെ നേടുവാൻ സാധിക്കും. उसी के द्वारा उस कलीसिया को अब बचा सकता है। എന്നിലൂടെയും നിങ്ങളുടെയും ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളുടെ കരങ്ങൾ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. मेरे द्वारा और आपके द्वारा परमेश्वर के चमत्कार के काम प्रकट हो जाए। ഇതോടുകൂടെ ആ ഗ്രാമം മുഴുവൻ ഇളകി. उसी के द्वारा वो पूरा गांव हिल गया। പ്രൈസ് ദി ലോർഡ്. അവർക്ക് ദേവന്മാര് മനുഷ്യരൂപത്തിൽ വന്നതാണെന്ന് അവർ ചിന്തിച്ചു. उन्होंने ये सोचा है कि जो प्रेज़ द लॉर्ड, जो परमेश्वर मनुष्य के रूप में, देवता परमेश्वर के रूप में उतर के आया है। അവരുടെ പ്രൈസ് അവര് ചിന്തിച്ചു ഇവര് ദേവന്മാരാണെന്ന്. उन लोग ऐसा सोचा है कि इन लोग देवता लोग हैं। അതുവരെയും ചിന്തിച്ചത് സാധാരണ മനുഷ്യരായിരുന്നു. എന്നാൽ അത് അവർ അസാധ്യമായ പ്രവൃത്തി ചെയ്തു. तब तक ये सोचा था कि साधारण लोग हैं, लेकिन ये चमत्कार होने के बाद वो कहता है कि देवता हमारे पास उतर आया। അതോടുകൂടെ അവരെല്ലാവരും ആ ഗ്രാമം മുഴുവൻ ഇളകി. उसी के द्वारा वो गांव पूरा आमे हिल गया। ഇവരെ ആദരിക്കാനും പൂമാലയിടാനും ഒക്കെ പൂജിക്കുവാനും ഒക്കെ തുടങ്ങി. इनको आदर करने के लिए, उनको हाथ डाल के स्वागत करने के लिए, पूजा करने के लिए शुरू हो गई। ബുധനെന്നും ഇന്ദ്രനെന്നും പേര് കൊടുത്തു. उनका नाम भी दिया है कि बुधन और आमेन, प्रेज़ द लॉर्ड, बुधन करके दिया है और एक इंद्र करके एक व्यक्ति का नाम दिया है। അവരുടെ ജാതീയ ക്ഷേത്രത്തിൽ ഇന്ദ്ര ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളയെയും പൂമാലയും ഗോപുരത്തിൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. और प्रेज़ द लॉर्ड, जो उनको आमेन हिरमेस नाम करके, और प्रेज़ द लॉर्ड, जो क्योंकि पौलुस मुख्य था, और हमें बरनबास को भी हमें जोस नाम दे के उनके मंदिर में लेके आके पूजा करने शुरू की। ഇത് അറിഞ്ഞ പൗലോസും ബർന്നബാസും ഓടി എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. आमीन, ये सुन के पौलुस भाग के आके उन्हें हमें बताया हुआ एक बात यहाँ पर देखिए, आमीन, आके बोला है कि हम तुम्हारे समान साधारण मनुष्य। ജാതികളോടാണ് പറയുന്നത് ഞാനും നിങ്ങൾ ഒരുപോലെ ഉള്ളെന്ന്. ये जाति लोगों से कहता है हम हमें साधारण, हमें जो सुख दुख भोगने वाला मनुष्य। അത് കേൾക്കുമ്പം അവരുടെ ഉള്ളിൽ ഒരു 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 ചിന്തയുണ്ടാകുക.
ये सुनने के समय उन लोगों के अंदर एक चिंता ऐसा आ रहा है, അവിടെയാണ് നമുക്ക് സുവിശേഷം പറയാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി. यहाँ पर ही हमें सुसमाचार बोलने के लिए अवसर मिलते हैं। നമ്മൾ സാധാരണ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിൽക്കാനല്ല, നാം അവരോടുകൂടെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് അവസരം ഉളവാകുന്നത്. हम बाकी लोगों से व्यत्यस्त होके बाजू में खड़ा होने के लिए नहीं है, हम उनके समान होने के समय हम बात करने के लिए हमें वहां पर अवसर मिलते ഇവിടെ हैं। ഒരു അല്പം ചരിത്രം ഞാൻ പറഞ്ഞോളട്ടെ. यहाँ पर मैं थोड़ा इतिहास बताना चाहता हूँ। എന്തുകൊണ്ട് പൗലോസിനെയും ബർന്നബാസിനെയും ബുധനെന്നും ഇന്ദ്രനെന്നും പറയാനിടയായി? हमें ये पौलुस को और जो बरनबास को ये नया नाम देकर क्यों बुलाया? കാരണം ലുസ്ത്രയിൽ ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ട് അതിന്. क्योंकि लुस्त्रा में एक इतिहास है। ഒരു കാലഘട്ടത്തിൽ അവിടെ രോഗം ബാധിച്ച് പ്രൈസ് ലോർഡ് അനേകർ മരിച്ചു. അനേകരല്ല, എല്ലാ മനുഷ്യരും മരിച്ചു. एक समय में वहां पर ऐसा एक बीमारी फैलने के कारण बहुत सारे लोग मर गया। ആ പട്ടണത്തിലുള്ള സകല മനുഷ്യരും മരിച്ചപ്പോൾ രണ്ടുപേര് മാത്രം മരിച്ചില്ല. उस शहर का सारे लोग मर गया, तभी 2 जन नहीं मरा। ഫിലോമോൻ ആൻഡ് ബോസിസ് എന്ന് പറഞ്ഞ രണ്ട് വൃദ്ധരുണ്ടായിരുന്നു, ദമ്പതികളുണ്ടായിരുന്നു. ആ കുടുംബം അവർ രണ്ടുപേരും മാത്രം മരിച്ചില്ല. फिलोमन और मोसकर की 2 जन है, उम्र वाले है, ये दोनों नहीं मरा। നമ്മൾ ബൈബിളിൽ പറയുന്ന ഫിലോമോൻ അല്ല, അതിന് മുമ്പേ ഉള്ള ചരിത്രത്തിൽ പറയുന്ന ഒന്ന്. ഇതൊരു ഒരു ഒരു വിശ്വാസമാണ് അവരുടെ. ये बाइबल में कहते हुए फिलोमन नहीं है, जो उसके पहले वहां पर रहते थे एक व्यक्ति है। ये इसके बारे में उनका अंदर ऐसा एक विश्वास है। ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാമോ എന്ന് ചോദിച്ചാൽ ബൈബിളിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ये ऐसा वाला संभव हो सकता है कि पूछेगा तो बाइबल में कई सारे जगह में ऐसा हुआ है। സോദോം ഗൊമോറ നശിക്കുമ്പോൾ അവിടുന്ന് ലോത്തും കുടുംബം മാത്രം രക്ഷപ്പെടുന്നേ. सोदोम गोमोरा नाश होने के समय वहां से लोग उनका परिवार उधर से बच के निकला है। നോഹയുടെ കാലഘട്ടത്തിൽ നോഹയും കുടുംബം മാത്രം രക്ഷപ്പെടുന്നേ. नोहा के समय में नोहा और उनका परिवार बच गया है। ഇവിടെയും രോഗം ബാധിച്ച് എല്ലാവരും മരിച്ചപ്പോൾ ഒരു കുടുംബം മാത്രം രക്ഷപ്പെട്ടു. यहाँ पर भी बीमारों के सभी लोग मरने के समय एक परिवार बच गया है। ആ ചരിത്രം അറിയാവുന്ന പിൻതലമുറകളാണ് ഇന്ന് ബർന്നബാസിനെയും പൗലോസിനെയും ബുധനെന്നും ഇന്ദ്രനെന്നും വിളിക്കാനിടയാകുന്നത്. उस इतिहास को जाना हुआ जो पीढ़ी है, उन्होंने ऐसा जो नाम दिया है, प्रेज द लॉर्ड, यहाँ पर जूस और आमेन, प्रेज द लॉर्ड, और हर्मोस करके नाम दिया है। അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ വിശ്വാസം ഇതായിരുന്നു. സിയൂസ് അവർ ഹെർമീസ് എന്ന് പറയുന്ന രണ്ട് ദേവന്മാര് മനുഷ്യരൂപത്തിൽ അവതരിച്ച് അവരുടെ ഇടയിൽ വന്നപ്പോൾ ആരും അവരെ അംഗീകരിച്ചില്ല. क्योंकि ये मालूम बड़ा हुआ लोग ये कहता है कि ज्यूस और हेर्मोस करके 2 देवता हमारे पास प्रकट होने के समय उनको कोई स्वीकार नहीं किया। ആരും അവരെ സ്വീകരിക്കാത്ത അംഗീകരിക്കാത്ത നിമിത്തം ഉണ്ടായ ബാധയാണ് എല്ലാവരും മരിക്കുവാൻ ഇടയായതും ഒരു കുടുംബം മാത്രം രക്ഷപ്പെടാനിടയായതും. ये दोनों उनका बीच में आने के समय वो कोई भी उनको स्वागत नहीं किया, इसी कारण सभी लोग मर गया है, एक ही परिवार बच गया है करके उनका जो विश्वास है, इसी कारण पौलुस और बरनबास को नाम दिया। വൃദ്ധരായ കൃഷിക്കാരായ ഫിലമോനും ഭാര്യ ബോസിസും മാത്രം അവരെ സ്വീകരിച്ചു. जैसे उम्र वाले थे आमे फिलोमोन और उनके जो पत्नी है, ये दोनों उन जो आया हुआ लोगों का स्वागत किया, അതുകൊണ്ട് അവർ രക്ഷപ്പെടാനിടയായി. इसी कारण वो दोनों बच गया, बाकी सब मर गया। അവര് വൃദ്ധരായി മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ രണ്ടുപേരെയും രണ്ട് പടുവൃക്ഷം വലിയ വൃക്ഷങ്ങളാക്കി വളർത്തിയെന്നാണ് അവരുടെ ചരിത്രം പറയുന്നത്. उनका इतिहास कहता है ये दोनों उम्र होके मरने की बात उनको 2 बड़ा वृक्ष के समान आमेन उनको आदर देके 2 वृक्ष को बढ़ाया है। ആ ദേശത്തിലെ ക്ഷേത്രങ്ങളുടെ കാവൽക്കാരായി രണ്ട് വൃക്ഷത്തെ നിർത്തിയിരിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. उन लोग ये विश्वास करता है वो मंदिर के 2 जगह में ये 2 वृक्ष को खड़ा किया है, मंदिर को रक्षा करने वाला। ഈ വിശ്വാസത്തിൽ വളർന്നു വരുന്ന ഈ തലമുറ വിചാരിച്ചു ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം, അവരുടെ ദേവന്മാർക്ക് ചെയ്യുവാൻ സാധിക്കാത്ത ഒരു കാര്യം, അവരുടെ ക്ഷേത്ര പൂജാരികൾക്ക് ചെയ്യുവാൻ സാധിക്കാത്ത കാര്യം രണ്ടുപേര് ചെയ്തെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന്. आमीन। ये विश्वास उनके अंदर रहने के समय चरित्र में इतिहास में अभी तक नहीं हुआ एक संभव, कोई भी नहीं किया हुआ, उनका देवता लोग नहीं किया, उनका पुजारी लोगों से नहीं कर पाया एक संभव 2 मनुष्य किया है, तो आमेन उनका जीवन में कुछ तो आमेन है करके उन्होंने विश्वास। അതുകൊണ്ട് അവർ വിശ്വസിച്ചു. സിയൂസ് ഹെർമീസ് എന്ന് പറഞ്ഞതുപോലെ ഇന്ദ്രനും ബുധനും മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിൽ അവതരിച്ചു വന്നതാണെന്ന്. इसलिए उन लोगों जो विश्वास किया आमेन
जो जूस और हेरमोस करके दो देवता लोग हैं, उन लोग हमारे बीच में प्रकट हो गया करके उन्होंने विश्वास करने लगे। അതുകൊണ്ട് പണ്ട് സംഭവിച്ച ഒരു അബദ്ധമുണ്ടായി ജനം മുഴുവൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഇവരെ പൂജിക്കാൻ തീരുമാനിച്ചു. इसलिए पहले समय में हुआ जो संभव उन्होंने आने के समय कोई स्वीकार नहीं किया, इसी कारण सब लोग मर गया है। वैसा ना होने के लिए ये दोनों को पूजा करने के അവിടെയാണ് അവർക്ക് ലഭിച്ച ഓപ്പർച്യൂണിറ്റി സുവിശേഷം പറയാൻ. वहां पर पौलुस और बरनबास को सुसमाचार बोलने के लिए एक द्वार खोल के मिला है। പൗലോസിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം അവന്റെ ഏത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയും സുവിശേഷം പറയാനുള്ള അവസരങ്ങളായി മാറ്റും. पौलुस का इतिहास हम पढ़ेगा तो मालूम पड़ेंगे, उनको कभी भी कहां पर भी कोई अवसर मिलेगा तो वहां पर सुसमाचार बोलते हुए एक स्वभाव है पौलुस का। ഒന്നിനെ അവഗണിക്കുകയല്ല, ഒന്നിനെ ഇല്ലാതാക്കുകയല്ല, അതിനെ സുവിശേഷം പറയാൻ നിലത്തിൽ പറയാവുന്ന നിലയിൽ അതിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കും. किसी को वह इंकार नहीं करता है, किसी को वह दूर नहीं करता है, उसी से सुसमाचार बोलने के लिए उन्हें जो अवसर मिलता है तो वह इस्तेमाल करता है। ബിംബങ്ങളെ മാത്രം ആരാധിക്കുന്ന ഒരു ഗ്രാമത്തിൽ നാം ചെന്നാൽ അവരെ കുറ്റം പറയുവാനായിട്ടല്ല, അവരോട് കൂടെ നിന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ജ്ഞാനവും പരിജ്ഞാനവും നമുക്കുണ്ടാകണം. पूरा मूर्ति पूजा करने वाला, मूर्तियों से भरा हुआ एक गांव में हम जाएगा तो उनके बारे में बुराई करने के लिए, उनका गलतियां बोलने के लिए नहीं है, वहां पर खड़ा होके यीशु मसीह के बारे में बोलने के लिए, उन्हें उस बातों को समझाने के लिए हम कोशिश करेंगे। എന്നോ അവരുടെ ജീവിതത്തിൽ ആരോ പറഞ്ഞു കൊടുത്ത എന്തെങ്കിലും വിശ്വാസങ്ങളാണ് അവരുടെ ഉള്ളിലിരിക്കുന്നത്. അതിനെ നമ്മൾ സുവിശേഷം പറയാനുള്ള അവസരങ്ങളാക്കി മാറ്റിയെടുക്കുമ്പോഴാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത്. हमें कोई भी उन्हें सुनाया हुआ, उन्हें बताया हुआ कुछ बातों को लेकर उस विश्वास उनके अंदर बैठा है तो हम उस विश्वास का ऊपर सुसमाचार बोलने के लिए अवसर लेना चाहिए। കാരണം സകല സൃഷ്ടികളുടെയും ദൈവമായ യഹോവയെ കുറിച്ചോ യേശു ക്രിസ്തുവിനെ കുറിച്ചോ അറിയാൻ വയ്യാത്ത തലമുറ അവരുടെ പരമ്പരാഗതമായി അവർ ലഭിച്ചിരിക്കുന്ന നിക്ഷിപ്തമായിരിക്കുന്ന വിശ്വാസം അവർ ആവർത്തിക്കുമ്പോൾ അതിനെ നമ്മൾ തുറന്നടിച്ച് കുറ്റം പറയുവാനായിട്ടല്ല, പ്രൈസ് ലോർഡ്, നമുക്ക് സുവിശേഷം പറയാനുള്ള അവസരങ്ങളായിട്ട് എടുത്ത് പ്രസന്റ് ചെയ്യാനുള്ള ജ്ഞാനം നമ്മൾ നേടിയെടുക്കണം. क्योंकि परंपरा से वो करके आते हुए जो काम है उनको हम उनका विरोध बोलने के लिए नहीं है, हमें उनको जो समझाने के लिए कोशिश करना है, वो जो बातों को सुसमाचार बोलने के लिए अवसर बना कि उन्हें यीशु के बारे में बताने के लिए, वो सच्चाई को प्रकट करने के लिए हम कोशिश करना चाहिए। അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വാസികൾക്ക് വേണ്ടി അല്ല അധികമായി ദൈവം പ്രവർത്തിക്കുന്ന ജാതിയുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. चिन्ह चमत्कार ज्यादा से विश्वासियों के लिए परमेश्वर नहीं करता है, जातियों के लिए करता है। അത് ഈ ദൈവം അത്ഭുതവും അടയാളവും പ്രവർത്തിക്കുന്നത് കാണിക്കുവാൻ വേണ്ടിയല്ല, സുവിശേഷം പറയാനുള്ള അവസരമാക്കി എടുക്കുകയാണ്. परमेश्वर चिन्ह चमत्कार करने का जो कारण हमें सुसमाचार प्रचार करने के लिए जो अवसर बनाता है। ദൈവം നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകം എന്തിനു വേണ്ടിയാ? परमेश्वर हमें दिया हुआ अभिषेक किसके लिए? പൗലോസിനും ബർന്നബാസിനും നൽകിയ അതേ പരിശുദ്ധാത്മാവല്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്നത്? पौलुस और बरनबास को दिया हुआ उसी अभिषेक हमें भी परमेश्वर दिया है। അതോ പൗലോസിന് ആ കാലഘട്ടത്തിൽ പ്രത്യേകം ആത്മാവായിരുന്നു, ഈ കാലഘട്ടത്തിൽ വേറെ ആത്മാവാണോ? क्या उसी समय अलग आत्मा और इसी समय अलग आत्मा काम करते हैं क्या? ആ സെയിം ഹോളി സ്പിരിറ്റ് ആണ് നാം റിസീവ് ചെയ്തേക്കുന്നത്. आमीन। उसी जो पवित्र आत्मा है, जो पहले काम किया हुआ उसी पवित्र आत्मा अभी भी कार्य कर रहा है। പക്ഷെ പല കാര്യങ്ങളും നാം ലജ്ജിക്കുന്നു, लेकिन कई सारे बातों में हम लजाता है, നാം സംശയിക്കുന്നു, സംഭവിക്കുമോ ഇല്ലയോ, സംഭവിക്കുമോ ഇല്ലയോ നാം സംശയിക്കുന്നു. हम संदेह करता है कि ये काम होएगा क्या नहीं, होएगा कि नहीं। എന്നാൽ ഇവിടെ ഒരിക്കലും നടന്നിട്ടില്ലാത്ത മനുഷ്യന് വേണ്ടി പ്രാർത്ഥിപ്പാൻ പൗലോസിനും ബർന്നബാസിനും മടിയില്ലായിരുന്നു, ലജ്ജയില്ലായിരുന്നു. लेकिन यहाँ पर हमें कभी भी नहीं चला हुआ एक व्यक्ति के लिए प्रार्थना करने को पौलुस और बरनबास शर्मिंदा नहीं है और लज्जाता नहीं। കാരണം നാം വിശ്വസിക്കുന്ന യേശുവിന് അത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ള ഉറപ്പും ധൈര്യവും അവന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. कारण यही है कि मैं विश्वास करता हुआ यीशु मसीह ये काम कर सकता है, वो विश्वास उनका दिल में था। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 7 വർഷങ്ങളായി നാം പലയിടങ്ങളിൽ പല നിലകളിൽ ശുശ്രൂഷിക്കുന്നു. ഇതുവരെ ഈ ധൈര്യം ഒന്ന് പ്രാപിപ്പാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? मेरे प्रियो, हम अलग अलग जगह में, अलग अलग एरिया में, अलग अलग तरीका से हम सेवकाइयां कर रहा है, लेकिन ये हियाव प्राप्त करने के लिए हमसे हुआ है क्या? കേവലം തിയറി പറയാൻ വേണ്ടി അല്ല കർത്താവ് വിളിച്ചേക്കുന്നത്, പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടതിനാ വിളിച്ചേക്കുന്നത്.
केवल नाम बोलने के लिए नहीं है, हमारा जीवन में हम करके दिखाने के लिए परमेश्वर हमें बुलाया है। ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ലൈഫാണ്. मसीह जिंदगी बोलेगा तो काम के द्वारा प्रकट करने का जिंदगी। അതിന്റെ ശ്രേഷ്ഠമായ ഉപദേശമാണ് മത്തായി 5:6-7 പറഞ്ഞിരിക്കുന്നത്. उसका श्रेष्ठ उपदेश मत्ती 5:6-7 में लिखा हुआ। മോശയുടെ ദൈവമായ യഹോവ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഒരു ചെവിക്ക് ഒരു കണ്ണിന് ഇല്ലാതാക്കിയാൽ അടുത്ത കണ്ണ് കളയണമെന്ന്. मूसा से परमेश्वर ने ये कहा है कि तुम्हारा एक आंग खराब किया है तो तुम उसका भी एक आंग खराब कर दो। എന്ന് പറയാ അടിക്ക് തിരിച്ചടി കൊടുക്കണമെന്ന യഹോവയായ ദൈവം മോശയുടെ കൽപ്പനയോട് നമ്മൾ പഠിപ്പിക്കുന്നത്. मतलब मूसा को दिया हुआ आज्ञा यही ताकि तुमको कोई मारेगा तो तुम वापस मारो। അതാണ് ഇസ്രായേൽ ജനവും ക്രിസ്ത്യൻസും തമ്മിലുള്ള വ്യത്യാസം. वही है इसराइल और मसीह लोगों का फर्क। ഇസ്രായേൽ ജനം ഇന്നും മോശയുടെ ന്യായപ്രമാണത്തിൽ വിശ്വസിച്ചുകൊണ്ട് തിരിച്ചടിക്കുമ്പോൾ, ക്രിസ്ത്യാനികളായ നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നാം അവിടെ ആ പീഡിപ്പിക്കപ്പെടുന്നവരെ സ്നേഹിക്കുന്നു. इसराइल लोगों को मूसा के आज्ञा के द्वारा जाने के कारण आज भी उन्हें मारता है, वो वापस मारते रहने के समय मसीह लोग जो उनको सताया जाता है उनके लिए प्रार्थना करते रहता है। നാം താഴ്മയുള്ളവരായിരിക്കുന്നു, മരണത്തോളം താഴ്ത്തുന്നു. हम नम्र हो जाता है, मृत्यु पर्यंत हम नम्र हो जाता है। അതാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. वो है यीशु हमें सिखाया हुआ। അതാണ് ക്രിസ്ത്യൻസിന്റെ പ്രത്യേകത. वो है मसीह लोगों का एक खासियत। പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇന്ന് നാം പെർസിക്യൂഷൻസ് പീഡനങ്ങൾ കടന്നു വരുമ്പോൾ നാം എതിർക്കാതെ നിൽക്കുന്നു. इसलिए हम पीड़ा हमारे जीवन में आने के समय हम सामना करने के लिए नहीं जाता है। പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എനിക്കിന്ന് നിങ്ങളോടൊരു ഉപദേശം പറയാനുള്ള ഇതാണ്. मुझे सुनने वाला प्रिय परमेश्वर के लोगों, मुझे आपको बोलने के लिए एक संदेश है। നമ്മൾ യേശുവിന്റെ അനുഗാമികളാണ്. हम यीशु को अनुकरण करने वाला है। അവൻ തന്നെ ആത്മാവിനെ പ്രാപിച്ചവരാണ്. उसके आत्मा को प्राप्त किया हुआ है। ആ ആത്മാവിന്റെ ധൈര്യത്താൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ ചെയ്യുവാൻ നാം പ്രാപ്തരായി തീരണം. उस आत्मा का हियाब से अभी तक नहीं हुआ जो कामों को करने के लिए हम तैयार हों। ചരിത്രം പിന്നെയും എഴുതുവാനായിട്ടല്ല, പിന്നെയോ പുതിയ ചരിത്രം ഉണ്ടാക്കുവാനാ കർത്താവ് നമ്മെ വിളിച്ചേക്കുന്നത്. वो इतिहास को वैसा ही लिखने के लिए नहीं है कि नया इतिहास बनाने के लिए परमेश्वर हमें बुलाया है। ഇന്നു മുതൽ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ഇടയാകട്ടെ. आज से परमेश्वर आपके हाथों को द्वारा चिन्ह चमत्कार करने पाए। മറ്റുള്ളവർ ചെയ്തത് അനുകരിപ്പാനായിട്ടല്ല, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒന്ന് നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ചെയ്യുവാൻ ഇടയാകട്ടെ. दूसरा लोगों किया हुआ कामों को और करने के लिए नहीं है, तो तुम्हारे हाथों से नया नया कामों को करने की। ദൂസറയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവനോട് പൗലോസ് പറഞ്ഞു, നീ എഴുന്നേറ്റ് നിവർന്ന് കാലൂന്നി നടക്ക. दूसरा में एक मनुष्य बैठा था जो पांवों के निर्बल था, वह जन्म ही से लंगड़ा था और कभी ना चलता था। उनको देख के पौलुस ने ऐसा कहा है कि मैं तू अपने पैर के बल में खड़ा हो जा। ഈ അത്ഭുതം, ഈ അടയാളം നിന്നു പോയിട്ടില്ല. എന്നിലൂടെയും നിങ്ങളുടെയും തുടരുവാനും ആവർത്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഞാൻ സമാപ്തി ചെയ്യുന്നു. ये चमत्कार आमेन जो रुका नहीं है, आज भी चलते रह रहा है। इसलिए ये काम आप लोग के द्वारा जो होने के लिए परमेश्वर आपको आशीर्वाद करे, ये बोलकर आज के संदेश मैं समाप्त करता हूँ। ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर आज सभी लोगों को आशीष करे।